ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റയാൻ ജോസ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വി പാർക്ക്, അതായത് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഓപ്പോസിറ്റുള്ള ബ്രിഡ്ജിൻ്റെ താഴെയായിട്ടാണിതുള്ളത്. പുതിയൊരു പാർക്കാണ്, കൊല്ലത്തുള്ള എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ അറിയാത്തവർക്ക് കൂടെ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം നമ്മളിന്നലെ അതുവഴി പോയപ്പം അവിടെ ഒരുപാട് ക്രൗഡും പിന്നെ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം എല്ലാവർക്കും അറിയാം അവിടെ കൂടുതലും ഗെയിംസും പിന്നെ കുറേ സ്പോർട്സും കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ചെസ്സാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെസ്സ് ഒരുപാട് പേര് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. 2 സെക്ഷനായിട്ടാണ് ചെസ്സ് ഉണ്ടായിരുന്നത്. ഇത് സെക്കൻഡ് സെക്ഷനാണ്. അവിടെയും ഒരുപാട് പേര് നിന്ന് ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഒരുപാട് കടകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്പൺ ആയിട്ടില്ല. ബർഗർ ഷോപ്പാണെന്ന് തോന്നുന്നു അത്. പക്ഷെ അത് എന്തോ വർക്ക് നടക്കുമായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പിലും എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു ഇത് കണ്ടത്. അപ്പം റയാന് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിൽ കട്ട് ഫ്രൂട്ട്സിനകത്ത് ചോക്ലേറ്റ് ആഡ് ചെയ്ത് മേടിക്കുകയെന്ന്. പക്ഷേ ഇതിലോട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കട്ട് ഫ്രൂട്ട്സ് മാത്രമാണെങ്കിൽ 50 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നതിന് 90 രൂപയാണ്. കാണാൻ നല്ല കളർഫുള്ളായിരുന്നു. റയാനത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ചോക്ലേറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സിൽ എനിക്കും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ മുന്നോട്ട് വന്നപ്പം ഇത് സെക്യൂരിറ്റി ഓഫീസേഴ്സിൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കുറച്ച് പാട്ടുകളും പക്ഷെ ഒരുപാട് പേര് കാണാനുണ്ടായിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെ ഒരു ഗെയിമാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതല്ല 3Dയുടെ ഗെയിമായിരുന്നു. പക്ഷേ റയാൻ ചെയ്തില്ല. കാരണം ഈ മോൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ റയാന് മനസ്സിലായി ഇതിൽ പേടിക്കുന്ന എന്തൊക്കെയുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവനത് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇത് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടങ്ങ് പോയി. ഇനി അങ്ങോട്ട് നമുക്ക് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പോർട്സാണ്. അതായത് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ നല്ലൊരിതാണ്. കാരണം ഇവിടെ നമുക്ക് വന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നമുക്കിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അത് ഞങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാവരും ഒരു ടീമായിട്ട് വന്ന് അത് കളിക്കുന്നതും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരിതാണ്. ഒരുപാട് പേര് ഷട്ടിൽ കളിക്കുന്നുണ്ട്. ഇത് വോളിബോൾ സെക്ഷനാണ് അടുത്തതായിട്ട് വരുന്നത്. വോളിബോൾ കളിക്കാനാണ് ഒരുപാട് പേരുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്നത് കുറച്ച് ഓപ്പൺ ജിമ്മിൻ്റെ കുറച്ചിട്ടായിട്ടുള്ള ഇതൊക്കെ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം നടന്ന് കണ്ടു. അപ്പം റയാന് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലാത്തിലും ആൾക്കാരുണ്ടായിരുന്നു.
സൈഡിലൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്ന് കാണാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കുട്ടികൾ അങ്ങേ അറ്റത്ത് അവരും ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഈവനിങ് ഒന്ന് ഗെയിംസ് കളിക്കാനാണെങ്കിലും സ്പോർട്സ് ചെയ്യാനാണെങ്കിലൊക്കെ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പാർക്കാണ് നമ്മുടെ വി പാർക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.